നമുക്ക് മലബാറിലെ വാർത്തകളിലേക്ക് ഒന്ന് പോകണം. മലബാറിൽ VS രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, VS രഞ്ജിത്ത്, അത്ര നല്ല വാർത്തയല്ല അല്ലേ റോഷിനി? ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഈ ചാരിറ്റിയുടെ മറവിൽ പീഡനം നടന്ന വാർത്ത. അപ്പൊ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ പ്രതിയെ പിടികൂടിയോ? റോഷിനി, പ്രതിയെ പിടികൂടിയിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അറപ്പുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം ഒരു കുടുംബം ഒരു ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പോലും വകുപ്പില്ലാതെ അവർ ആ ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് മറുപടിയുമായി സഹായം നൽകാം എന്ന് പറഞ്ഞ് ഒരാൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടെത്തുന്നു, ആശുപത്രിയിൽ എത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഒരു പെൺകുട്ടിയെ കാണുന്നു. ഈ പറയുന്ന ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ കഴിയാതെ കിടക്കുന്ന ഉപ്പയുടെ മകളെ കാണുന്നു. ഈ മകളുമായുള്ള സംഭാഷണത്തിലാണ് നീ ഞങ്ങളുമായി കൂടുതൽ സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും പെൺകുട്ടിയെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ശബ്ദ സംഭാഷണത്തിൻ്റെ ഒരു റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഇന്നലെ വൈകിട്ടോടു കൂടി നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ബസ് ഓപ്പറേറ്റർമാരുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വാക്കിയത്ത് കോയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിലെ പ്രതിയായിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസ് തുടരുകയാണ്. നടക്കാവ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് ഇന്നലെ വൈകിട്ടോടു കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. യെസ്, VS രഞ്ജിത്ത്, മറ്റൊരു വാർത്തയെ ഈ കണ്ണൂർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ ADMന്റെ മരണസമയത്തൊക്കെ കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ. ഇപ്പോൾ ഈ CPM നിയന്ത്രണത്തിലുള്ള ഈ AKG പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പരിപാടിയിലൊക്കെ അദ്ദേഹം പങ്കെടുത്തല്ലോ അല്ലേ? അപ്പോൾ അതിലൊക്കെ ഭയങ്കര പ്രതിഷേധം ഉയരുകയാണെന്നും കേട്ടു. വെങ്കി, ഈ പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും അതുപോലെ തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രവും രണ്ടും CPM നിയന്ത്രണത്തിലുള്ള രണ്ട് ഫൗണ്ടേഷൻസ് ആണ്. ഒന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലാണ് പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം. CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലാണ് AKG പഠന ഗവേഷണ കേന്ദ്രം. ഇത് രണ്ടും ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ വലിയ സെമിനാർ എന്ന് പറയുന്നത് വികസനോന്മുഖമായിട്ടുള്ള സെമിനാറാണ്. പക്ഷേ ആ സെമിനാറിൽ പണം കൊടുക്കാൻ വേണ്ടി തദ്ദേശ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് കണ്ണൂരിലെ തദ്ദേശ സ്ഥാപനങ്ങളോടാണ്. 50,000 രൂപ വരെ കൊടുക്കാം എന്നുള്ളൊരു ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ CPM നിയന്ത്രണത്തിലുള്ള പൂർണ്ണമായി CPM സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് സർക്കാർ സംവിധാനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ക്ഷാമവും ദാരിദ്ര്യവും ഒക്കെ നേരിടുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ, ട്രഷറി നിയന്ത്രണമൊക്കെ ഉള്ള സമയത്ത് തന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പണച്ചെലവ് എന്നുള്ളതാണ് ചോദ്യം. അതിനെതിരെ BJPയും CPM, കോൺഗ്രസും ലീഗും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പരിപാടിയിൽ കലക്ടർ പങ്കെടുത്തതിനെതിരെയും ആ പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ കലക്ടർ പങ്കെടുത്തുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ വീണ്ടും കേൾക്കുകയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം തുടരുന്നു എന്നുള്ളത്. എന്താണ് സാഹചര്യം? ഇതിനൊരു അവസാനം ഇല്ലല്ലോ എന്നുള്ളതാണ്. റോഷി, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന കോഴിക്കോട്ടുകാരെ മാത്രമല്ല, വയനാട്ടിലെയും മലപ്പുറത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ഒക്കെ ഓരോ ഭാഗത്തുള്ള ആളുകൾ, കോഴിക്കോടുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ വകുപ്പില്ലാത്തവരാണ് അവിടെ എത്തുന്നത്. അതിൽ ആളുകൾക്ക് മരുന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ദുരിതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവിടുത്തെ ഡയാലിസിസ് പേഷ്യൻസ് ആണ്. ഇന്നലെ സാനിയോ മനോമി ഈ ഡയാലിസിസ് ചെയ്യുന്ന സ്ഥിരമായി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ആളുകളുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരും. മരുന്ന് ക്ഷാമം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് മുടങ്ങുന്നു എന്നുള്ളത്. രഞ്ജിത്ത്, നമ്മളെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. രഞ്ജിത്തിന്റെ വ്യക്തിപരമായ ഒരു സന്തോഷം. വെങ്കി, ഇന്നലെ ഇപ്പോ കലാനിധി SBB ONV ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യമാധ്യമ പുരസ്കാരം VS കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെലവ് എപ്പോ എന്ന് അറിഞ്ഞാൽ മതി. ഞങ്ങളുടെ GPay നമ്പറൊക്കെ അറിയാമെന്ന് കരുതുന്നു VS രഞ്ജിത്ത്. കൺഗ്രാറ്റുലേഷൻസ്. വേണമെങ്കിലും ചെലവ് തരാവുന്നതാണ്. സന്തോഷിക്കാൻ ഓരോ വകുപ്പുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ വേണമല്ലോ. ആ സന്തോഷം ഷെയർ ചെയ്യാന്നുള്ളതും കൂടി ഉണ്ട്. പിന്നല്ല, ആ ഒരു സ്പിരിറ്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ രഞ്ജിത്ത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ. അതിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ മോർണിംഗ് ഷോയുമായി ബന്ധപ്പെട്ട് ഈ മോർണിംഗ് ഷോയിൽ നിങ്ങൾക്കൊപ്പം നിന്ന് പാട്ട് പാടാനൊക്കെ അവസരം തരണം എന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ നമ്മളെ വെങ്കിയുടെയും റോഷിനിയുടെ ഒക്കെ പരിപാടിയിൽ ഒരു പാട്ട് പാടാൻ അവസരം തരുമോ എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ അവരെ കൊണ്ടുവരും. പ്രേക്ഷകർക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കാം.
അപ്പൊ എല്ലാ പാട്ടുകാരും അങ്ങനെ പ്രതീക്ഷയോട് കാത്തിരുന്നോളൂ. രഞ്ജിത്ത് നമ്മളെ ഇപ്പൊ രഞ്ജിത്ത് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. പല ദിവസങ്ങളിലും നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചു പോകാറുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ സിദ്ധാർത്ഥന്റെ ഓർമ്മ ദിവസമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. സമീപകാലത്ത് അത് ഏറെ പ്രസക്തവുമാണല്ലോ. അപ്പൊ ഈ പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ കൂടി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ റാഗിംഗ് ഒക്കെ നടന്നു വരുന്ന ഒരു കാലം എന്താണ് തോന്നുന്നത്? പക്ഷേ അതിൽ ഈ ആത്മഹത്യയെക്കുറിച്ച് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആത്മഹത്യകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഒരു പരിഹാരമാണ് എന്നുള്ളതാണ്. സാധാരണ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ പറയുന്നൊരു കഥയുണ്ട്. അത് നമുക്ക് പ്രസക്തമാണെന്ന് തോന്നുന്നു. 2011 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം വേൾഡ് കപ്പിൻ്റെ, അതിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായി എന്ന് പറഞ്ഞാൽ അജ്മൽ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ പ്ലെയറുടെ ബോളിലാണ് സച്ചിൻ ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ഈ മുഴുവൻ ഗാലറിയും ഇങ്ങനെ നിരാശരായിരിക്കുമ്പോൾ സച്ചിൻ ഒരു അപ്പീൽ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു കളിയിൽ 2 തവണ മാത്രമേ അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ. ആ അപ്പീൽ കൊടുക്കുമ്പോൾ റിവ്യൂ കാണിക്കുന്നുണ്ട് അവിടെ. ആ റിവ്യൂവിൽ ഒരു ചെറിയ മൈന്യൂട്ട് വ്യത്യാസത്തിലാണ് ആ ബോളും വിക്കറ്റും തമ്മിൽ പോയിട്ട് അത് ഔട്ടല്ല എന്ന് എംപയർ വീണ്ടും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ പക്കച്ച് നിൽക്കാതെ ഒരു അപ്പീൽ കൊടുക്കാനുള്ള മനോഭാവമെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടാവണം. ചിലപ്പോൾ ആ അപ്പീൽ നമുക്കൊരു തിരിച്ചു വരവിനുള്ള ഒരു മാർഗ്ഗമൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മറികടക്കാനുള്ള മാർഗം എന്ത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അവിടെ പതറിപ്പോയി ആത്മഹത്യയിലേക്ക് പോവുക എന്ന് പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരു മാർഗമല്ല എന്നുള്ളതാണ്. പലപ്പോഴും നിരാലംബരായ ആളുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്, അത് നിർഭാഗ്യകരമാണ്. പക്ഷെ അങ്ങനെ പോകരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രഞ്ജിത്ത്, ഈ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ? ആരെങ്കിലും റാഗ് ചെയ്തിട്ടുണ്ടോ? ചെറിയ തോതിലൊക്കെ റാഗിംഗ് ഒക്കെ ഈ പരിചയപ്പെടുക എന്ന് പറഞ്ഞിട്ടാണല്ലോ റാഗിംഗ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ പരിചയപ്പെടൽ നടക്കേണ്ടതാണ്. അതായത് ഫസ്റ്റ് ഇയേഴ്സും ഫൈനൽ ഇയേഴ്സും ഒക്കെ തമ്മിലുള്ള ഒരു മിംഗ്ലിംഗ് നടക്കണം. അതിന് ഒഫീഷ്യലായിട്ടൊരു വേദി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് അധ്യാപകരൊക്കെ ഇരിക്കും. അവിടെ ചെറിയ തോതിൽ നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കുകയും ചില മൈമിങ് ഒക്കെ ചെയ്യിക്കുകയും ചെയ്യും. പക്ഷെ അത് കാണികൾക്കൊക്കെ രസം ഉണ്ടാവുന്ന തരത്തിലാണ്. നമുക്ക് വലിയൊരു ഹരാസ്മെൻ്റ് ആയിട്ട് തോന്നുകയില്ല. അതുള്ളതുകൊണ്ട് തന്നെ ഒരു റാഗിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ രസകരമായ രീതിയിൽ പരിചയപ്പെടുകകൾ ഉണ്ടാക്കിയാൽ ഒരു പൊതുവായ ഇടത്തിൽ അധ്യാപകരും കുട്ടികളും യൂണിയൻ ഭാരവാഹികളും സംഘടനാ ഭാരവാഹികളൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഒരു പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയാൽ ഈ റാഗിംഗ് എന്ന് പറയുന്ന സമ്പ്രദായത്തെ നമുക്കൊരു പരിഷ്കരിച്ചെടുക്കാൻ പറ്റും. റാഗിംഗ് അല്ല, ഇങ്ങനെ പരിചയപ്പെടുക എന്ന് പറയുന്ന സിസ്റ്റത്തെ ഒന്ന് പരിഷ്കരിച്ച് നവീകരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് മെയിൻ പോയിന്റ്. അതായത് പരിചയപ്പെടുക എന്ന പേരിലാണ് പലപ്പോഴും റാഗിംഗ് വലിയ രീതിയിൽ അത് കുറച്ച് ഓവറായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതിനൊന്ന് പരിഷ്കരിച്ചെടുക്കുക എന്ന് വി എസ് രഞ്ജിത്ത് പറയുന്നത് വാലിഡ് ആയ ഒരു പോയിന്റ് ആണ് കേട്ടോ. പ്രേക്ഷകരെ